അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്ന് നമ്മൾ ചെല്ലാൻ പോകുന്നത് നദീറ എന്ന ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിലേക്കാണ്. ഒരുപാട് കുടുംബകഥകൾ നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. ചിലരുടെ പേരും ഊരും പറയാതെ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വാശി പിടിക്കുന്ന നമ്മുടെ മക്കൾ ഇത് തീർച്ചയായും കാണണം. +1 പഠിക്കുന്ന കുട്ടിയാണ്. ഇന്ന് അടിച്ചു പൊളിച്ച് നടക്കേണ്ട ഈ ഒരു പ്രായത്തിൽ റോഡിലിറങ്ങി കച്ചവടം ചെയ്യുകയാണ് നദീറ എന്ന ഈ ഒരു +1 വിദ്യാർത്ഥി. കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇവർ 3 മക്കളാണ്. നദീറയ്ക്ക് ഒരു അനുജനും ഒരു ഏട്ടത്തിയുമുണ്ട്. ഉപ്പയുടെ കാര്യം ചോദിച്ചപ്പോൾ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞു. അതാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത്. ആദ്യം നമുക്കൊന്ന് നദീറയെ പരിചയപ്പെടാം. ഞാനിന്ന് കോഴിക്കോട് ബീച്ചിൽ വന്ന സമയത്ത് അപ്രതീക്ഷിതമായി കണ്ടതാണ് ഒരു പെൺകുട്ടി പെർഫ്യൂം വിൽക്കുന്നത്. അപ്പം അവളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. പേരെന്താ? എന്റെ പേര് നദീറ. നദീറ എവിടുന്ന വരുന്നേ? ഞാന് പറമ്പിൽ ബസാറാണ് ഇവിടെ സെല്ലാണ്. അപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ ഇപ്പൊ +1 പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ കച്ചവടത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താ? അത് സാഹചര്യം. അപ്പൊ പിന്നെ ചെയ്യാന്ന് വെച്ച് പ്ലാൻ ചെയ്തു. എന്തായിരുന്നു? ആദ്യം മുമ്പ് ഞാനിവിടെ സമൂസ ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുറച്ചായിട്ട് പെർഫ്യൂംസ്. കണ്ടില്ലേ ആ കുട്ടിയുടെ ചിരിച്ചുകൊണ്ടുള്ള സമീപനം. സാഹചര്യങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്നു എങ്കിലും ആ കുട്ടിയുടെ കണ്ണ് കരയാതെ കരയുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ ഈ ഒരു കച്ചവടം. മുമ്പ് കച്ചവടം ചെയ്തത് സമൂസയായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് പെർഫ്യൂമിലേക്ക് മാറിയത്. ഞാൻ ചിന്തിക്കുകയാണ്, എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഈ വീഡിയോ ഞാനല്ല ചെയ്തത്, സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കാണാനിടയായതാണ്. കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മളൊക്കെ ഏറെ സന്തോഷത്തോടെ, നല്ല ആഹ്ലാദത്തോടെ, ആർഭാടത്തോടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ ചില കുടുംബങ്ങളുമുണ്ട് നമുക്കറിയാത്ത പലയിടങ്ങളിലും. അവരുടെ വേദനയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ആ കുട്ടി ഇതുപോലുള്ള കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ആ കുട്ടി പറയുന്നുണ്ട്, അതും ചിരിച്ചുകൊണ്ട്. സാഹചര്യമാണ് ഇതുപോലുള്ള വേഷങ്ങൾ കെട്ടേണ്ടി വന്നത് എന്ന്. കണ്ടവർക്കൊക്കെ ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. എന്താണ് സാഹചര്യം? ഡിവോഴ്സ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഇതാണ്. ഇന്ന് +1 പഠിക്കുന്ന കുട്ടികൾ നല്ല ഡ്രസ്സും മേക്കപ്പും എല്ലാം ചെയ്ത് മൊബൈലും നോക്കി നടക്കുമ്പോൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഒരു മോള് കഷ്ടപ്പെടുന്നു, അതും സന്തോഷത്തോടെ. ഞാൻ പറഞ്ഞില്ലേ, ആ കണ്ണുകൾ പറയുന്നുണ്ട്, കരയാതെ കരയുകയാണ് ആ കണ്ണുകൾ. ഇതിനൊക്കെ കാരണക്കാരാരാണ്? നമ്മൾ മാതാപിതാക്കൾ തന്നെ. അവരെന്താണോ പിഴച്ചത്? പാവം മക്കൾ. അവർ നമ്മുടെ ഇടയിൽ വന്ന് പെട്ടുപോയതാണ്. അവരായിട്ട് വലിഞ്ഞു കയറി വന്നതല്ല. നമ്മുടെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ തെളിവാണ് നമ്മുടെ മക്കൾ. എന്തേ മക്കളൊക്കെ ആയതിനു ശേഷം ആ സ്നേഹബന്ധം അങ്ങ് അലിഞ്ഞില്ലാതായി പോയോ? നിങ്ങൾ എന്താണ് സ്നേഹിച്ചത്? എന്തിനെയാണ് നിങ്ങൾ സ്നേഹിച്ചത്? ദാമ്പത്യ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? ഒരുപാട് ചോദ്യങ്ങളാണ് ഈ കുട്ടിയിലൂടെ നമുക്ക് ചോദിക്കാനുള്ളത്. ചില ആളുകൾ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യയുമായി പിരിഞ്ഞ് ഡിവോഴ്സ് ചെയ്യുന്നു. ഇത് മക്കൾ ഉള്ളത് കാരണം ഡിവോഴ്സായോ? എത്ര സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. പ്രശ്നങ്ങൾ ഉണ്ടാവോടോ? പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ദാമ്പത്യ ജീവിതമില്ല. ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇന്നേ വരെ 100% സക്സസ്ഫുൾ അല്ല ആരും. എല്ലാരിലുമുണ്ട് ചില പ്രശ്നങ്ങൾ. അതൊക്കെ നമ്മൾ അതിജീവിച്ച് ക്ഷമിച്ചും പുറത്തും പൊരുത്തപ്പെടിച്ചും അങ്ങ് ജീവിക്കുക. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഇതുപോലുള്ള ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ഒറ്റപ്പെട്ടു പോകുന്നത് പാവം ഒന്നും അറിയാത്ത മക്കളാണ്. അവർക്ക് എന്തറിയാം? പാവം അവർ നമ്മുടെ ഇടയിൽ വന്ന് പെട്ടുപോയതല്ലേ. ഈ കുട്ടി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണത്രേ ആൺകുട്ടിയുടെ വേഷം കെട്ടി സമൂസ കച്ചവടം ചെയ്തത്. അത് നമുക്കൊന്ന് കേട്ടോക്കാം. സമൂസ കച്ചവടം ഇപ്പൊ പെർഫ്യൂം കച്ചവടം തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് പറഞ്ഞാ ഇപ്പൊ നോമ്പാണ്, ബട്ട് സമൂസ ഒക്കെ ആകുമ്പോ ബാക്കിയായാൽ നാട്ടിൽ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ 8ാം ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് കച്ചവടം. അപ്പോ 8, 9, 10 ഞാൻ ഫുള്ള് സമൂസ കച്ചവടം. ആദ്യം ഞാൻ ആൺകുട്ടിന്റെ വേഷത്തിലാണ് ഇവിടെ കച്ചവടം ചെയ്ത്. അപ്പൊ ഉമ്മച്ചി പറഞ്ഞു, ആര് വെച്ചാല് ചെറുതല്ലേ, അപ്പൊ ആൺകുട്ടിയാന്ന് പറഞ്ഞാൽ നദീർ നെനി പറഞ്ഞു. ഇപ്പോഴാണ് നദീറ ആയത്. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. മുമ്പ് ആൺകുട്ടിയുടെ വേഷം കെട്ടി നടക്കുമ്പോൾ നദീറായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് നദീറയായി മാറിയത്. ഈ കുട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പുഞ്ചിരി തന്നെയാണ്. പക്ഷെ എന്നാലും ആ കണ്ണുകളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളതായി നമുക്ക് കാണുന്നുണ്ട്. മുമ്പ് സമൂസയായിരുന്നു കച്ചവടം ചെയ്തത്. നോമ്പായതുകൊണ്ട് പെർഫ്യൂമിലേക്ക് മാറി. എത്ര സങ്കടപ്പെടുത്തുന്ന ഒരു രംഗമാണിത്. നമ്മൾ നമ്മുടെ മക്കളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതന്നെ,
അതാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാരണം. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന്. പണമൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നല്ലൊരു മാസമാണ്, പുണ്യമാക്കപ്പെട്ട മാസമാണ്. ചെയ്യുന്നതിനൊക്കെ ഡബിൾ പ്രതിഫലം നൽകുന്ന മാസമാണ്. അത് കുറ്റമായാലും തെറ്റായാലും അങ്ങനെ തന്നെ ഡബിൾ ശിക്ഷ നൽകും. അപ്പോൾ നല്ലത് മാത്രം ചെയ്യുന്ന നന്മയുള്ള ഒരു മാസം റമദാൻ മാസം, ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം നൽകുന്ന ഒരു മാസം. ഈ കുട്ടിയുടെ കച്ചവടം പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. പേര് നദീറ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ കുട്ടിയെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടം വരെ പോയി ഒന്ന് ആ കുട്ടിയെ ഒന്ന് സഹായിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ കരുതുന്ന പോലെ എല്ലാവരും അങ്ങ് 100% സക്സസ്ഫുൾ അല്ല. എല്ലാവരുടെയും കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അറിയാം, എല്ലാവരുടെടുത്തും പ്രശ്നമുണ്ടെന്നേ. അതൊക്കെ സഹിച്ചും പുറത്ത് ജീവിക്കാൻ നോക്കുക. ഇതുപോലെ മക്കളായതിനു ശേഷം ഇട്ടേച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രയാസമുണ്ടല്ലോ, അത് നിങ്ങൾ മാത്രമല്ല നേരിടേണ്ടത്, കാണുന്ന നമുക്കും സഹിക്കാൻ പറ്റുന്നില്ലാന്നേ. ആ പാവം മക്കൾ എന്ത് വിളിച്ചു. ചെറിയ ചെറിയ കാരണങ്ങൾക്കൊക്കെ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായി പടച്ച റബ്ബുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കണ്ട. ഒരു പെണ്ണിൻ്റെ കണ്ണീരിന് എണ്ണി എണ്ണി കണക്കുകൾ ചോദിക്കും കാലം. അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വെറും കഥകളല്ല, ഇന്ന് ജീവിക്കുന്ന ജീവിത കഥയാണ്. ഒരു പെണ്ണിൻ്റെ കഥ ഞാൻ പറഞ്ഞിരുന്നു. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ത്വലാക്ക് ചൊല്ലി വേറൊരു വിവാഹം കഴിച്ചു. അവൻക്കാണെങ്കിൽ ആ ഒരു ബന്ധത്തിലും കുട്ടികളുണ്ടായിരുന്നില്ല. അവസാനം പടച്ച റബ്ബ് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അവനെയും അവൻ്റെ കുടുംബത്തെയും അനുഭവിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുട്ടിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുന്നെങ്കിൽ സഹായിക്കാം. ഈ പുണ്യമാസത്തിലാവട്ടെ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് പടച്ച റബ്ബിൽ നിന്ന്. കാണാതെ പോകരുത്. പറ്റുന്നവർ സഹായിക്കാം. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.